ഹായ്, സുഖല്ലേ? ഒരു യാത്രയിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. നമ്മളെ മിസ്റ്റർ കണ്ണൂർ ചെയ്ത വീഡിയോക്കുള്ള മറുപടി വീഡിയോ ആണ്. അപ്പോൾ ആ രണ്ട് വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആരെക്കുറിച്ചാണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ആദ്യം എന്താ വിഷയം എന്നല്ലേ, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. റിഫ മെഹനാസിൻ്റെ ഒരു വിഷയം അറിയാത്തവരായിട്ട് ചുരുക്കേ ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെ അറിയുന്നു ചോദിച്ചാൽ, റിഫയും മെഹനാസും തമ്മിൽ ഈ സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിരുന്ന ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റിഫ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം സഫയെ കല്യാണം കഴിച്ചു. അതിനകത്തൊരു കുട്ടിയുണ്ട്. റിഫ ആയിട്ടുള്ള ജീവിതത്തിലും ഒരു കുട്ടിയുണ്ട്. അങ്ങനെ രണ്ടിലും കുട്ടികളുണ്ട്. അങ്ങനെ റിഫയുടെ മരണത്തിന് ശേഷം സഫയെ കെട്ടി. സാധാരണ എല്ലാവരും വിചാരിക്കുന്ന പോലെ ശരിയാണ്, എന്നിപ്പോൾ ദുഃഖിച്ചിങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ ലൈഫ്, ചെറുപ്പക്കാരന് നല്ല കാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സഫയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. ഈ സഫയായിട്ടും സെയിം പ്രോബ്ലം തന്നെ ആയി. അവസാനം ഇപ്പോൾ അതുമില്ല ഇതുമില്ല, ഒന്നുമില്ലാത്ത മാതിരി ഇരിക്കുകയാണ്. അപ്പൊ സഫ പോകാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. ലെല്ലുവിനായിട്ടുള്ള റിലേഷനുണ്ട്. അങ്ങനെ എന്തോ ഹോട്ടൽ റൂമിൽ വെച്ചിട്ടുള്ള എന്തോ ഒരു വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടമാനുണ്ടായിരുന്നു. അപ്പോൾ ഇവനത് കുറേ സഫയുടെ എഴുത്ത് ഇങ്ങനെ തെറ്റുണ്ട്, അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷന് പുറത്തു കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിരിക്കണു. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമ്മിത്തല്ലായി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞു. അതും തരണം ചെയ്ത് എല്ലാം പോയി. അതായത് ഞാൻ ഉൾപ്പെടെ പലരും ആലോചിക്കുന്നൊരു കാര്യമാണിത് എന്നുള്ളത് ഈ മിസ്റ്റർ കണ്ണൂരിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവൻ അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു മലയാളി അതല്ലെങ്കിൽ ഏതൊരാളും ഈ മെഹനാസിൻ്റെ വീഡിയോ കാണുന്ന ഏതൊരാളും ചിന്തിക്കുന്നൊരു വിഷയം ചോദിച്ചിട്ടുള്ളത്. അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ഒന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ റിപ്ലൈ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ്, മേനു ഇതിനെന്തായാലും റിയാക്ട് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഒരുമാതിരി മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റാൻ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരുത്തനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അതിനുള്ള റിപ്ലൈ ആണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ റീല് ചെയ്യലുണ്ട്. അതിൽ ഏതൊരു റീൽ എടുത്തിട്ട് കറക്റ്റ് ആൻസർ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരാം. നിനക്ക് ശരിക്കും വ്യക്തമായിട്ട് കേട്ടോ. ആ ഒരു ഡൗട്ട് ഇനി നിനക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഒരൊറ്റ ചോദ്യമുള്ളൂ മേനാസ് എന്നോട്. കേരളത്തില് സ്വന്തം ഭാര്യനെ നെഞ്ചോട് ചേർക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ അത്രത്തോളം ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനോട് അത്രത്തോളം സ്നേഹവും വാത്സല്യമുള്ള പല പുരുഷന്മാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, എനിക്ക് എങ്ങനെ കൈ നടയത്? കേരളക്കര മൊത്തമായിട്ട് റിഫ എന്ന് പറയുന്ന ആ മോളെ മുഖം ഇത്രയും കാലമായിട്ട് മറക്കാനായിക്കില്ല. സ്വന്തം ഭർത്താവായി ഇഞ്ഞി ഈ ഫിൽറ്റർ വിട്ട് ചുണ്ടും ചോപ്പിച്ചിട്ട് ഇതെങ്ങനെ സാധിക്കുന്നടാ? ഫിൽറ്റർ ഇട്ട് ചുണ്ടും ചോപ്പിച്ചിട്ട് ഇവന്റെ പ്രശ്നം അതാണ്. ഞാൻ റീല് ചെയ്യുന്നതാണ് ഇവന്റെ പ്രശ്നം. ആത്മഹത്യ ചെയ്ത എൻ്റെ വൈഫ് മനസ്സിൽ എപ്പോഴും ആ ഒരു വേദനയുണ്ട്, ഒരു പെയിൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒന്നാമത്തെ കാരണം എനിക്ക് മനസ്സിലായില്ലേ. രണ്ടാമത്തേക്ക് കടക്കണീൻ്റെ മുന്നേ ഓനിക്ക് നല്ല പെയിനുണ്ട്. ഇത്ര എവിടെ തലയിലാ പേനെ? എന്തായാലും പറയട്ടെ. എന്റെ ഭാര്യമാരിൽ നിന്ന് നമ്മൾ മടുത്തത് കൊണ്ടായിരിക്കുമല്ലോ വേറെ ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹത്തിന്റെ പിന്നാലെ പോവാൻ എന്നെ കിട്ടല. നിന്റെ കാര്യം എങ്ങനെയാന്ന് അറിയില്ല, നിന്റെ ഓളെങ്ങനെയാന്നൊക്കെ അറിയില്ല. ചുണ്ടും ചോപ്പിച്ചിട്ട് റീൽ അമ്മ വർത്താനം പറഞ്ഞില്ലേ. എങ്ങനെയുണ്ട് ഓൻ കൊടുത്ത മറുപടിയാ? അതായത് നീ എങ്ങനെയാണെന്ന് അറിയില്ല, നിന്റെ ഓളെങ്ങനെയാണെന്ന് അറിയില്ല എന്ന്. അതാടാ ഒരു മനുഷ്യൻ്റെ വില. മറ്റൊരാൾക്ക് ഒരിക്കലും നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതോ അറിയരുത്. അവനാണ് ആൺകുട്ടി, മനസ്സിലായോ? ഇപ്പോൾ സിമ്പിളായിട്ട് ഓനെ ഇജ്ജ് എന്താ വിചാരിച്ചേ? ഇജ്ജ് ഭയങ്കര ബുദ്ധിമാനാണ്, ഇജ്ജിപ്പോൾ ഓനെ നിന്റെ ഭാര്യ എങ്ങനെ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓനോട് പരിഹസിച്ച അതാണ് എനിക്ക് ആൻസർ. എന്നാ കേട്ടോ, എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ചോദ്യവും ചോദിച്ചത്, എങ്ങനെ കഴിയണു നിനക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം റിഫ പോയി. ആ ഒരു സങ്കടം ആ ഒരു വാപ്പിയമ്മി ഇപ്പോഴും കണ്ണീരോടെ അല്ലാണ്ട് ഓർക്കുന്നില്ല. അവർ കാണുന്നില്ലേ നിൻ്റെ ഈ വീഡിയോ? അവർ അറിയുന്നില്ലേ നീ ചെയ്ത് കൂട്ടുന്നതൊക്കെ?
ഇതൊക്കെ നിനക്കും അറിയാം. എന്നിട്ട് നീ റിഫനെ കെട്ടി എല്ലാം മറന്നു സന്തോഷമായൊരു ലൈഫ് മുന്നോട്ട് പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് പലരും നിന്റെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് മിണ്ടാണ്ടിരുന്നു. എന്താ അറിയോ, ഇജ്ജ് എന്നും ദുഃഖിച്ചിരിക്കണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ എന്ന്. പക്ഷെ രണ്ടാമതും നിനക്ക് സംഭവിച്ചത് ഇതേ കാര്യങ്ങളാണ്. അപ്പൊ നിന്നോട് പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന മറുപടിയാണ് നീ ഇത്തരത്തിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. 2 ഭാര്യമാര് ഇവനെ ഒഴിവാക്കി പോയി. എങ്ങനെ? ഒരാളുടെ ജീവനും കളഞ്ഞു, ഒരാളുടെ ജീവിതവും കളഞ്ഞു. 2 മക്കളും ഉണ്ട് ഇപ്പോൾ ഓരോന്നില്. ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഓൻ്റെ റീലെന്താ അറിയോ? ഇവതൊക്കെ ചെയ്തിട്ടും ഇതിനൊക്കെ ഓൻ മറുപടി കൊടുത്തുന്നോ സ്വയം വിശ്വസിക്കുക. എന്നിട്ട് ഓൻ ചെയ്യുന്ന റീലെന്താ അറിയോ? ഇതൊന്നാണ് കേട്ടോ. ഞാൻ കിട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവളിൻ എന്റെ സുന്ദരിയാണ്. ഞാൻ കിട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവളിൻ എന്റെ സുന്ദരിയാണ്. എന്നാലും അവള് നിന്റെ സുന്ദരിയാന്ന് ഇജ്ജ് ആരനെ നോക്കിയിട്ടാ പറയണത്? ഇജ്ജ് കെട്ടിയ പെണ്ണിന് സൗന്ദര്യം കമ്മിയാ. അത് ഞങ്ങൾ കണ്ടതാ. 2 ആള് ഭയങ്കര കമ്മിയാ സൗന്ദര്യം. ഇജ്ജ് പിന്നെ ഷാറൂഖ് ഖാനാണല്ലോ. ഇനിയിപ്പോൾ കമ്മിയായ ആ 2 പെണ്ണുങ്ങളെവിടെ? എൻ്റെ അടുത്തുണ്ടോ? അന്നെ പറയുന്നവരൊക്കെ ഇജ്ജ് വാ കൊണ്ടും വീട്ടുകാരെ പറഞ്ഞിട്ടും വാ അടപ്പിക്കുകയാണ് അല്ലേ? എന്നാ മെഹനാസേ ഇജ്ജ് കേട്ടോ, എന്നോട് തന്നെ ചോദിക്കുന്നത് എങ്ങനെ കഴിയുന്നു അടാ എനിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ബൈ.